कहती है रोज आकर ये काम करने वालों. ഓരോ ദിവസവും പ്രഭാത സൂര്യനെ ഉദിക്കുമ്പോ ലോകത്തുള്ള ജനങ്ങളെ നോക്കിയിട്ട് ആ സൂര്യൻ പറയണത് എന്തറിയാ? അനഖൽ കുഞ്ചദീദ് അനഖൽ കുഞ്ചദീദ് ഫതസവ്വദ് മിന്നി ഫഇന്നി ലഅഊദ്. ഞാൻ പുതിയൊരു നാളാണ്, പുതിയൊരു നേരമാണ്, പുതിയൊരു ദിവസമാണ്, പുതിയൊരു നാളാണ്, പുതിയൊരു സുപ്രഭാതമാണ്, പുതിയൊരു പ്രഭാതമാണ്, പുതിയൊരു ശനിയാഴ്ചയാണ്, പുതിയൊരു മാർച്ചാണ്, പുതിയൊരു ദിവസമാണ്. അതുകൊണ്ട് ഫതസവ്വദ് മിന്നി, നീ നല്ലോണം അമല് ചെയ്തോ, സൽക്കർമ്മങ്ങൾ ചെയ്തോ, നിന്റെ ജീവിതം ഒന്ന് മാറ്റിപ്പിടിച്ചോ, അല്ലാഹുവിലേക്ക് മടങ്ങിക്കോ. കാരണം ഫഇന്നി ലഅഊദ്, ഇനി ഞാൻ ഒരിക്കലും മടങ്ങി വരില്ല. അടുത്ത ശനിയാഴ്ച ഈ ശനിയാഴ്ചയല്ല, അടുത്ത വെള്ളിയാഴ്ച ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയല്ല, കഴിഞ്ഞത് തന്നെ. ഇനി ഞാൻ നിന്റെ ജീവിതത്തിൽ മടങ്ങി വരില്ല. നാളെ അല്ലെങ്കിൽ മറ്റേ നാൾ നീ മരിക്കേണ്ടവനാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ തന്റെ ചെറിയ വീട് ഇങ്ങനെ റിപ്പയർ ചെയ്യുന്നു. ഈ തപ്പന മട്ടല കൊണ്ട് ഓല കൊണ്ടുണ്ടാക്കിയ ചെറിയ വീട്, ആ ചെറിയ വീട് ചോർന്നൊലിക്കാരായി, സൂര്യന്റെ വെളി അകത്ത് വീടാരായി, അതിന്റെ ഓലയും മടലും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയത് കണ്ടപ്പോ മഹാനറതാ പുര ഒന്ന് നേരെയാക്കുകയാണ്, റിപ്പയർ ചെയ്യുകയാണ്, ദുറസ്തി നടത്തുകയാണ്, റീകണ്ടീഷൻ നടത്തുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി അതുവഴി നടന്നു പോണത്. ഹബീബായ റസൂലുള്ളാഹി അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളോട് ചോദിച്ചു, അബ്ദുല്ലാഹ് മഹാദാ, ഇതെന്താ കാര്യം? എന്താ ഈ പണി ചെയ്യണത്? എന്താണിത്? എന്താണ് ഈ ജോലി എന്ന് ചോദിച്ചപ്പോ മഹാൻ പറഞ്ഞ മറുപടി എന്തറിയാ? നബിയേ, യുകിന്നുനാ ഹിയ ബൈതുല്ലനാ, ഇത് ഞങ്ങളെ വീടാ നബിയേ, അതിനെ ഒന്ന് നേരെയാക്കുകയാ നബിയേ. കുഞ്ഞുകുട്ടികളൊക്കെ ഉറങ്ങുന്ന വീടല്ല, കെട്ടിയോളം കുട്ടിയോളം രാത്രി ഉറങ്ങുന്ന വീടല്ല, എൻ്റെ ചെറിയ കൂരയല്ല, വെയിൽ കൊള്ളണ്ടാലോ മഴ കൊള്ളണ്ടാലോ, അതൊന്ന് നേരെയാക്കുകയാണ് നബിയേ എന്ന് പറഞ്ഞ നേരത്തെ റസൂലുള്ള പറഞ്ഞ മറുപടി എന്തറിയാ? ശരിയാണ്, വേണ്ടത് തന്നെയാണ്, ആവശ്യമാണ്. പക്ഷേ ഒന്നറിയണേ ഉമർ, അബ്ദുല്ലാഹ്, അൽ-അംറു ഖരീബ്, മരണമടുത്തുണ്ട്. പരന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുള്ളിൽ കൂടുമെന്നുള്ള ധാരണ നിനക്ക് വേണ്ട, അതുവരെ ബാക്കിയാവുമെന്നുള്ള ഉറപ്പ് നിനക്ക് വേണ്ട. മൈലാഞ്ചി പന്തലിലുണ്ടായിട്ട് മൈലാഞ്ചി കയ്യിൽ വെച്ചിട്ട് മൈലാഞ്ചി പന്തലിൽ വന്നവരെ എല്ലാം സ്വീകരിച്ചിരുന്ന പെണ്ണ്, അതെ, അവർ പിരിയുന്നതിന് മുമ്പ് മൈലാഞ്ചി പന്തലിൽ വീണ് മരിച്ചോ. ഇന്നലെ കണ്ടില്ലേ ഒരു വീഡിയോ? പാട്ട് പാടിക്കൊണ്ടിരിക്കെ പാട്ട് തീരുന്നതിന് മുമ്പ് വൃദ്ധനായ ഗായകനായ മനുഷ്യൻ സ്റ്റേജിൽ വീണ് മരിച്ചോ. സുബ്ഹാനല്ലാഹ്, ഞങ്ങളും അതുപോലെയാവില്ല എന്നാറ് കണ്ടോ? പടച്ചറബ് കാക്കട്ടെ, ആമീൻ ചൊല്ല്, അല്ലാഹ് കാക്കട്ടെ. അതുകൊണ്ട് പറയട്ടെ, അങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ വരാതിരിക്കാൻ, അപകട മരണങ്ങൾ വരാതിരിക്കാൻ, ആഫത്ത് മുസീബത്ത് സംഭവിക്കാതിരിക്കാൻ, ചെറുപ്പക്കാർ കേൾക്കണോ, ബാല്യക്കാർ കേൾക്കണോ? നമുക്കിന്ന് പരിസരബോധം മറന്നിട്ടാണല്ലോ ഞങ്ങളെ പോക്ക്, അല്ലേ? നമുക്ക് പിന്നെ ആ ചിന്തയാണ് ഇപ്പൊ എന്റെ നല്ല ജിഗറുണ്ട്, സ്റ്റൈലുണ്ട്. പണ്ടത്തെ പോലല്ല, ഇപ്പൊ എല്ലാരും ചന്ത തന്നെ. ആര് ചന്തയില്ലാത്താണെങ്കിൽ എനിക്ക് ആണാവട്ടെ പെണ്ണാവട്ടെ, എന്ത് ഗ്ലാമർ, വാ, അമേസിങ്, സൂപ്പർ അല്ലേ? എന്ത് മുടി, എന്ത് താടി, എന്ത് ഫിഗർ, എന്ത് ലുക്ക്, ആരേവാ അല്ലേ? എല്ലാവർക്കും അതുണ്ട്, ഇല്ലാന്നല്ല. അപ്പൊ ഓന്റെ വിചാരം പറഞ്ഞ എല്ലാം ആയി തന്നെയാണ്. പിന്നല്ല ഒരു ബാല്യക്കാരൻ, നമ്മളെ മുഖറാൽ പുത്തൂറ, നമ്മളെ നാട്ടുകാരനാ,
ചെറുപ്പക്കാരന് ഇത്ര ചന്തത്തിന്റെ ബാല്യക്കാരൻ വൈകുന്നേരം വരെ കളിക്കുകയും ചിരിക്കുകയും സംസാരിക്കുകയും നിങ്ങളെപ്പോലെ തന്നെ എല്ലാ കാര്യത്തിലും മുന്നിലുണ്ടാവും. എല്ലാ നല്ല കാര്യത്തിലും മുന്നിലുണ്ടാവും. എല്ലാ നല്ല കാര്യത്തിനും മുന്നിലുള്ള ബാല്യക്കാരന് രാത്രി അപകടത്തിൽപ്പെട്ടു, മരണപ്പെട്ടു. ബൈക്ക് ആക്സിഡന്റിൽപ്പെട്ടു, മരണപ്പെട്ടു. അള്ളാഹു പരലോകം സന്തോഷിപ്പിച്ചു കൊടുക്കട്ടെ. അള്ളാഹു പരലോകം റാഹത്താക്കി കൊടുക്കട്ടെ. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. ഉമ്മത്ത് മുഹമ്മദീങ്ങൾ അള്ളാഹ് കാക്കട്ടെ. അപ്പം അങ്ങനെയുള്ള മരണങ്ങളൊക്കെ വരാതിരിക്കണമെങ്കിൽ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ വരാതിരിക്കണമെങ്കിൽ എളുപ്പത്തിൻ്റെ ഒരു വഴിയുണ്ട്, സിമ്പിൾ. അത് ചെയ്തെങ്കിൽ അള്ളാഹു അങ്ങനെയുള്ള മരണവും വിധിക്കുകയല്ല, മാരകമായ രോഗങ്ങളും തരയല, പ്രയാസങ്ങളും തരയല. നിങ്ങൾ ഒരു 5 മിനിറ്റ്. എന്താണത്? സ്വതക്ക, ദാനധർമ്മം. ദാനധർമ്മം, ദാനധർമ്മം, സ്വതക്ക. ഹബീബായ റസൂലുള്ളാഹി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാനധർമ്മം എന്നത് വലിയ കാര്യമാണ്. ദാനധർമ്മം കൊണ്ടുള്ള നേട്ടം ചെറുതല്ല. ദാനധർമ്മം കൊണ്ട് അല്ലാഹു ആയുസ് നീട്ടിത്തരുന്നു. ആയുസ് നീട്ടിയിട്ട് പോണോ? ആയുസ് കുറെ കാലം ജീവിക്കണമെന്ന് എല്ലാവർക്കും ആശയില്ലേ? അല്ലേ? 93 മനുഷ്യന്റെ ആസം തെറിഞ്ഞ ഉസ്താദെ കാര്യമായിട്ട് ദ്വാരക്കാണോ? എനക്ക് നിന്നിട്ട് നടന്നിട്ട് പള്ളിക്ക് പോയിട്ട് നിസ്കരിക്കണമെന്ന് വലിയ മനസ്സുണ്ട്. അയാൾ ആന പോകുന്ന കാലത്ത് പള്ളിയിലെ ഭാഗത്തേക്ക് വന്നിട്ട് അത് വിട്, സാരല്ല. എന്നെങ്കിലും അങ്ങനെ ചെല്ലതിനെ, അതായത് മരിക്കോണം ആരും ചെല്ലില്ല. ആട്ടെ, നല്ല തന്നെ, ദീർഘായുസ് നല്ല തന്നെ. അതല്ലാഹ് ഇബാദത്ത് എടുത്തിട്ടോ നല്ല ഈലും ആണെങ്കിൽ വലിയ ഭാഗ്യം തന്നെയാണ്. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, അത് നല്ല കാര്യം തന്നെയാണ്. എന്നാൽ ദീർഘകാലത്തെ നല്ല ആയുസ് വേണോ, ബർക്കത്തുള്ള ആയുസ് വേണോ? സ്വതക്ക കൊടുത്തോളോ. ഹബീബുൽ വറാ റസൂലുള്ളാഹ്, ഹബീബുൽ വറാ റസൂലുള്ളാഹ്. ഒരു ചെറിയൊരു ചരിത്രം പറഞ്ഞിട്ട് നിർത്തട്ടെ. സമയത്തിന്റെ അഭാവം നല്ലോണം മനസ്സിലാക്കുന്നു. മാത്രമല്ല തങ്ങളുമുണ്ട് ഇവിടെ. അവരെ ഇരുത്തിയിട്ട് കുറെ നേരം നീട്ടുന്നതിന് അർത്ഥമില്ല. മാത്രമല്ല ഞാനൊരു 9-9:15 തുടങ്ങിയെല്ലാം ഏകദേശം 1.75 മണിക്കൂറോളം ആവാരായി. 1.5 മണിക്കൂർ ഏതായാലും കഴിഞ്ഞു. ഇത് കേട്ടോ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരു സഹാബി പറയുകയാ, നബിയേ, ഞാൻ കച്ചവടത്തിന് വിദേശത്ത് പോകുന്നു നബിയേ, പ്രവാസിയായിട്ട് പോകുന്നു നബിയേ, ദ്വാരക്കണോ നബിയേ, മക്കളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, വീട്ടിൽ ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ട്. അതുകൊണ്ട് നബിയേ നിങ്ങളെ വിട്ടിട്ട് പോകുന്നതിൽ വലിയ ബേജാറുണ്ട്. പക്ഷേ ജീവിക്കണ്ട നബിയേ. അതുകൊണ്ട് നബിയേ കച്ചവടത്തിന് വേണ്ടി വ്യാപാരാവശ്യാർത്ഥം ഞാനതാ മറുനാട്ടിലേക്ക് പോവുകയാണ്. തങ്ങൾ ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ട് നബി തങ്ങളെ മുമ്പിൽ വന്നിട്ട് ആശീർവാദ അനുഗ്രഹം മേങ്ങാൻ വേണ്ടി വന്നപ്പോ ഹബീബായ നബി തങ്ങൾ അയാളെ ചേർത്ത് പിടിക്കുന്നു, ദ്വാരക്കുന്നു. നബി തങ്ങളിൽ നിന്നിട്ട് ദുആ ഏറ്റുവാങ്ങി, അനുഗ്രഹം ഏറ്റുവാങ്ങി, ആശീർവാദം ഏറ്റുവാങ്ങി. അയാൾ അങ്ങനെ പോകുമ്പോ ആ സഹാബി അങ്ങനെ നടന്നു നീങ്ങുമ്പോ മുസ്തഫ നബി തങ്ങൾ അയാളെ നോക്കിയിട്ട് കരയുകയാണ്. ഹബീബുനാ റസൂലുള്ളാഹ്, ഹബീബുനാ റസൂലുള്ളാഹ്. അയാളെ നോക്കിയിട്ട് ആ സഹാബിയെ നോക്കി കരയുകയാണ്. അയാൾ അങ്ങനെ പോയി മറഞ്ഞു, അകന്നകന്നു പോയ നേരത്തെ സഹാബികൾ നബി തങ്ങളെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുകയാ, പൊന്നാര നബിയേ, തങ്ങളോടൊരാൾ യാത്ര പറഞ്ഞിട്ട് പോയല്ലോ നബിയേ, അവര് ഞങ്ങളെ കൂട്ടുകാരനായ, ഞങ്ങളെ നല്ലൊരു ഞങ്ങളെ നല്ലൊരു ഫ്രണ്ട്, ഞങ്ങളെ നല്ലൊരു സുഹൃത്ത്, അങ്ങയുടെ സഹാബിയായ മനുഷ്യന് തങ്ങളിൽ നിന്നിട്ട് യാത്ര പറഞ്ഞ് മറുനാട്ടിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞപ്പോ തങ്ങളയാൾക്ക് ദുവാരുന്നോ, എല്ലാവർക്കും ദുവാരക്കും പോലെ ഇന്ന് മിന്നെ ദുവാരുന്നു കൊടുത്തതുപോലെ ഞങ്ങളതിൽ പുതുമ കണ്ടിട്ടില്ല. അതേസമയം തങ്ങൾ ഇന്നയാള് പോകുമ്പോ കരിഞ്ഞത് കണ്ടല്ലോ. ഇന്ന് മിന്നെ ഇതിന് മുമ്പ് എത്രയോ പേർ തങ്ങളോട് യാത്ര ചോദിച്ചു പോയവരാണ്. തങ്ങളവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്, ആശീർവദിച്ചിട്ടുണ്ട്. അന്ന് തങ്ങൾ കരഞ്ഞിട്ടില്ല. ഇന്നയാള് പോകുമ്പോ തങ്ങള് കരഞ്ഞല്ലോ. എന്തേ കരഞ്ഞോ എന്ന് ചോദിച്ചപ്പോ ഹബീബായ റസൂലുള്ളാഹ്, ചെറിയ പൈതങ്ങളൊക്കെ ഉറങ്ങട്ടെ സാറില്ല, ഇങ്ങോട്ട്
ഹബീബുനാ റസൂലുള്ളാഹ്, ഹബീബുനാ റസൂലുള്ളാഹ്. നിങ്ങൾ സലാത്ത് നമുക്ക് കേൾക്കാത്തയാ? നിങ്ങൾ ചെന്നില്ലേ? ഹബീബുനാ റസൂലുള്ളാഹ്. നാളെ എല്ലാ മജ്ലിസുകളും ആഖിറത്തിൽ കൊണ്ടുവരപ്പെടും, എല്ലാ മജ്ലിസുകളും. എന്നിട്ട് നബി തങ്ങൾ പറയുന്നുണ്ട്, എൻ്റെ പേര് കേട്ടിട്ട് സലാത്ത് ചൊല്ലാത്ത മജ്ലിസാണെങ്കിൽ അത് നാറ്റമുള്ള മജ്ലിസാണ്, അത് നാറുന്ന മജ്ലിസാണ്. അതുകൊണ്ട് എൻ്റെ പേര് കേട്ടിട്ട് മജ്ലിസിൽ ഇരിക്കുന്നവർ സലാത്ത് ചൊല്ലാതിരിക്കല്ലേ. ഖാല റസൂലുള്ളാഹ്. അവർക്ക് പറയണം ഖാല റസൂലുള്ളാഹ്. മുസ്തഫായ നബിയോട് വന്നിട്ട് അങ്ങ് കേട്ടാറ്, നബിയേ എത്ര മനുഷ്യന്മാർ തങ്ങളൊട്ട് വന്നിട്ട് യാത്ര കേട്ടിട്ട് പോയിരാറില്ലേ? അപ്പൊ എന്തൊന്നും നബി തങ്ങൾ കരഞ്ഞിട്ടില്ലല്ലേ? കരഞ്ഞിട്ടില്ലാലോ. ഇപ്പൊ നിങ്ങളല്ലേ അയാള് പോകുമ്പത്തൊക്കെ കരഞ്ഞോണ്ടുള്ളാറ്. എന്താ നബിയാ ഇതെന്തേ ഇന്നങ്ങനെ, ഇന്നെന്തേ അങ്ങനെ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ള പറഞ്ഞ മറുപടി എന്തറിഞ്ഞ, ബാല്യക്കാറ് കേൾക്കണ ഇതാ, എന്റെ പിരിശപ്പെട്ട ബാല്യക്കാറ് കേൾക്കണ ഇതാ, ദീനിന്റെ നട്ടല്ലായ ഈ സമാജത്തിന്റെ വലിയ പ്രതീക്ഷകളായ ഭർവസകളായ ബാല്യക്കാറ് പ്രത്യേകിച്ച് കേൾക്കണ ഇത്. എല്ലാരും കേൾക്കണോ? ബാല്യക്കാർത്തികള് പ്രത്യേകിച്ച് കേൾക്കണോ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സഹാബാ, ആ സഹോദരന് പോകുന്ന നേരത്തെ ഞാൻ കരയാനുള്ള കാരണം അയാളുടെ അഭാവം ഓർത്തിട്ടല്ല, അയാളെ അനുപസ്ഥിതി വിചാരിച്ചിട്ടല്ല, അയാള് ഞങ്ങളിൽ നിന്ന് പോവുകയാണല്ലോ എന്നോർത്തിട്ടല്ല. അങ്ങനെ കുറെ ആള് പോയിന്, അതല്ല വിഷയം. ഞാൻ കരയാൻ കാരണോ അയാളിനി മടങ്ങി വരില്ല, അയാളെ മരണം അവിടെയാണ്. എനിക്കതാ വഹി ഇറങ്ങി. ജിബ്രീൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, നബിയെ നല്ലോണം ദുആറുന്നോളൂ, നല്ലോണം ചേർത്ത് പിടിച്ചോ നബിയെ, അങ്ങയുടെ കൂട്ടുകാരൻ ഇനി മടങ്ങി വരില്ല നബിയെ, തിരിച്ചു വരില്ല നബിയെ, ദുആറുന്നോളൂ നബിയെ എന്ന് റസൂലുള്ള പറഞ്ഞ നേരത്ത് റസൂലുള്ള പറയാണ്, അതുകൊണ്ടാ ഞാൻ കരയണത്. നല്ലൊരു കൂട്ടുകാരൻ വിട പറയുന്നു. നീ കാണുന്നില്ല നാം ഒരു ബേജാറ് വേറല്ലേ, പോയിട്ട് വരുന്നെങ്കിലും ബേജാറുണ്ടാവും, പോകുന്നൊരു ബേജാറുണ്ട്, നിങ്ങൾ വരുന്നല്ല, നിങ്ങക്ക് ബേജാറേ ആയിട്ടേന്നല്ലേ. ഇത് കേട്ടിട്ടാകുമ്പോ ചെല്ലിയിട്ടാകുമ്പോ സഹാബത്തിന് നല്ലോണം ബേജാറ്. കാരണം എന്താ പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്. ഓരോ വാട്സപ്പ് ഗ്രൂപ്പിൽ അയാൾ നമ്പർ തന്നെ. ഇത് നാളെ കളിപ്പ് വരും. ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാരി പൊട്ട പറയി പൊട്ട നോക്കി വേണം. അത് ഞാൻ നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. കല്ലിമിന്നാസ അല്ല കതിരി ഒക്കൂലി, മനുഷ്യന്മാർക്ക് തിരിയുന്ന ഭാഷയിലും ഉണ്ടോണമെന്നാണ്. എന്താ പിന്നെ കുറെ തിരിക്കേണ്ടി വരുന്നില്ല, വേണ്ടിട്ടാണ്. തിരിയുന്ന ഭാഷയിൽ ഇല്ലെങ്കിൽ ഇവൻ പൊട്ടും. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ പോണം, നിങ്ങൾ ബായ് വളർന്നിട്ടേ ബാക്കിയോ തിരിഞ്ഞിട്ട. ഞാൻ ആ തിരിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്, അല്ലാണ്ട് അന്ന് വാട്സപ്പും ഇല്ല ഫേസ്ബുക്കും ഇല്ല. നാളെ അതിന്റെ ക്ലിപ്പ് വന്നു ബേജാറില്ല അല്ലെ ചെല്ലിയ വിഷയം പറഞ്ഞത്. അതായത് എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ് ആ സഹാബി. എല്ലാവരും കൈ കൊടുത്തിന് നേരത്തെ എല്ലാവരോടും അയാൾ യാത്ര ചോദിച്ചതിന് ദ്വാരക്കണോ ഇങ്ങനെ ഒരു പീടിയെല്ലാം തുടങ്ങണം എന്ന് ഉദ്ദേശിച്ചിട്ട് പോകുന്നത്. ആരും ഗുർത്തൊന്നുമില്ല, എന്തെങ്കിലും ചെറിയൊരു പൈസ ദീനാർ ദിർഹമെല്ലാം ഉണ്ട്. ദ്വാരക്കണം ബർക്കത്തിനെ കിടാക്ക ഊഞ്ഞെല്ലാം ഉണ്ട്, ചെറിയ കടമെല്ലാം ഉണ്ട്. ഇൻഷാല്ലാ ഇങ്ങനെ പോകും. നാട്ടിലൊന്നും ആകുന്നില്ല, ഇത്തരം തന്നെ ഗ്യാസിന്റെ അണ്ടക്ക് ഏറിയിട്ട് നല്ലോണം ഏറി. ഇന്ന് എൻ്റെ പേർക്ക് വേറെ ആളും വന്നു സൊബൈക്ക് ഗ്യാസിന്റെ ഇൻഷുറൻസ് കാറിലോ 249 250 ഉറുപ്പ കെട്ടണോ. ഞാൻ അണ്ടന്റെ പൈസ വേറെ, ബൈക്കിന്റെ പൈസ വേറെ. അത് എന്തോ ആയെങ്കിലാ ആയിരിക്കും ഞങ്ങക്ക്. അപ്പൊ ഞാൻ കേട്ട് നിങ്ങൾക്ക് പൊട്ടുന്നാണ്ടേ തരുന്നേ, ഗട്ടിയുള്ള അണ്ടെന്തോ അല്ലേ. അല്ല അങ്ങനല്ല, അത് അതിന്റെ ഇൻഷുറൻസ്. അത് ഒരു കൊല്ലം ഇങ്ങനെ 5 കൊല്ലം കഴിയുമ്പോ അതിന് ഇതാക്കണോ, റിന്യൂവൽ ആക്കണോ. സ്ലിപ്പെല്ലാം തന്ന ചുരുക്കത്തില് ഒട്ടാരെ ഉള്ളിലെല്ലാം പിഴിഞ്ഞിട്ടെടുക്കുന്നല്ലേ പണി. അതായത് പയ്യ പോകുമ്പോ എനിക്ക് എത്ര തന്നോ മതിയാവാലാന്നർത്ഥം. തിരിഞ്ഞാ നിങ്ങക്ക് തിരിഞ്ഞിട്ടേ ഞാൻ ബയ്യ പോകുമ്പോ നിങ്ങൾ എത്ര തന്നോ മതിയാവാലാന്നർത്ഥം. നിങ്ങൾ എല്ലാം തന്നിട്ടുണ്ട്, അള്ളാഹു താല തന്നതിൽ വർക്കത്താക്കട്ടെ.
ആലോ ആമിന് മാത്രം ഇരിക്കുക മജീദ. ഇത് കേക്ക് ഞാൻ വിഷയം മാറണ്ട, അത് പോട്ടെ. അതല്ല ഒരു നിങ്ങളൊരു ചടുപ്പ് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഉന്മേഷം, നിങ്ങൾ സ്വർഗത്തിന്റെ തോപ്പിലല്ലേ, ഒരു വെടിച്ചലായിട്ട് ഇരിക്കേണ്ട അറിഞ്ഞിട്ട് ഞാൻ തമാശ പറഞ്ഞാണ്. അള്ളാഹു താല ഞങ്ങളെ മജ്ലിസ് കബൂലാക്കട്ടെ. മഹാനായ സഹാബി ഇനി വരല എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടാകുമ്പോൾ കൂട്ടുകാരായ സഹാബികൾക്ക് ബേജാറായി. ഈ വിവരം ഞങ്ങൾക്കും കിട്ടിയില്ലെങ്കിൽ ഞങ്ങളും നേരെ പൊരുത്തപ്പെടി കെട്ടിയായിന്, ദ്വാര കെട്ടിയായിന് ചെല്ല ഓർമ്മയുണ്ട്. അവർക്കും ബേജാറായി. പക്ഷെ ഇനി പോയിട്ട് പറയുമ്പോ എന്താവും? അയാൾ പോയിക്കൊണ്ടുണ്ട്. അയാള് യാത്ര പറഞ്ഞിട്ട് നടന്നോട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോ ഞങ്ങൾ 5-8 ആള് പാഞ്ഞോണ്ട് പോയിട്ട് ഒരു മിനിറ്റ് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയാന്നുണ്ടെങ്കിൽ അയാൾ ആടത്തല ഉടനെ മരിക്കല്ലേ. ഞങ്ങൾ അമ്മ ആശുപത്രി പോയ പോലെ പിന്നെ അമ്മ എളാമ അല്ലെങ്കിൽ എളാപ്പ ആശുപത്രിയിലുണ്ട്. 5-8 നാളായി. ഗുൾഗൂസും ഇതെല്ലാം കയറ്റിയിട്ട് അൽഹംദുലില്ലാ ഇപ്പൊ റാഹത്തായി. പോയ പോലെ ഒന്നല്ല, പോകുമ്പോ ഇല്ല. കണ്ണ് ഫുള്ള് മൂടിയിട്ടുണ്ടായി, തൊണ്ടനുള്ളിൽ കൂറ്റും കേട്ടുണ്ടായി. ഇപ്പൊ എല്ലാം ക്ലിയർ ആയി. എന്നും ചെറിയൊരു സൗണ്ട് ഉണ്ട് അത്തന്നെ, ഒരു സൂസൂന്ന് വരുന്ന അത്തന്നെ. അത് ഡോക്ടർ ചെല്ലിനെ അത് ക്ലിയറോ. ഇപ്പൊ നാളെ ഉച്ചക്ക് പോവാൻ. അങ്ങനെയാണെന്ന് സ്വഭാവിക 10 മണിക്ക് അമ്മ വരില്ല നോക്കാൻ. അമ്മായും അമ്മായിന്റെ മോളും വരുമോളെല്ലാം അപ്പുറത്തെ 3 ആളും വന്നിട്ട് എത്തിയ പാടന്റെ കാലിലോടെ ഇരുന്നിട്ട് എല്ലാം വിഷയം എല്ലാം ആക്കിയിട്ട് അമ്മായി ചെല്ലി എന്തറിഞ്ഞ ഈ സൗണ്ട് കേൾക്കുന്ന നോക്കിയിട്ട് ചെല്ലി എന്തറിഞ്ഞ ഇതേ സൗണ്ട് എന്റെ ഉമ്മക്കും ഉണ്ടായിന്. അമ്മ അങ്ങനെ പോയിനെ, ഇതേ സൗണ്ടിലേ പോയിന്. ഇത് ചെല്ലെങ്കിൽ ഈ കിടക്കുന്ന ഏളാം അടിച്ചർജാവാ അവിടെ തന്നെ പോലെ എന്റെ കാറ്റി. അങ്ങനല്ല രോഗം സന്ദർശിക്കാൻ വേണ്ടിയത്. ഇതേ കൂറ്റിയുണ്ട് എന്റെ ഉമ്മക്കും. അമ്മ അപ്പനെ പോയിനി. ഈ സഹാബികളും പോയിട്ട് നിങ്ങൾ പോന്നല്ലേ, ഇനി നിങ്ങൾ വരാലാന്ന് റസൂലിന് വഹി വന്നിന് അറിഞ്ഞെങ്കിൽ എന്താവും? സഹാബികൾ ഏതായാലും കഴിഞ്ഞ് അള്ളാഹു അയാളെ സന്തോഷത്തിലാക്കട്ടെ എന്ന് പറഞ്ഞു മിണ്ടാണ്ടിരുന്നു. അയാൾ പോയി, ആ മഹാൻ പോയി, ആ സഹാബി പോയി. ചുരുക്കട്ടെ നീട്ടുന്നില്ല, എത്തേണ്ടടുത്തേക്ക് എത്തുന്നു. അവിടെ കച്ചവടം ചെയ്യുന്നു. അവിടെ എത്തിയ നേരത്ത് കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് അവിടെ അതാ പറ്റിയ ഒരു ഇടം, ഒരു ലൊക്കേഷൻ, ഒരു സൈറ്റ് നോക്കിയിട്ട് ഇങ്ങനെ അന്വേഷിക്കുകയാണ്. കാരണം എല്ലായിടത്തും കച്ചവടം തുടങ്ങാൻ പറ്റുമോ? എല്ലായിടത്തും തട്ടുകട ഇടാൻ പറ്റുമോ? പറ്റാലോ. എല്ലാരും മുമ്പിലും പറ്റുമോ? പറ്റാലോ. അങ്ങനെ പറ്റിയ ഒരിടം നോക്കിയിട്ട് അന്വേഷിക്കുന്നതിന്റെ ഇടയില് ആ നാട്ടുകാരിയായ പ്രായമുള്ള വിധവയായ ഒരു ഉമ്മ വന്നിട്ട് ഇയാളോട് പറയുകയാണ്, പൊന്നുമോനെ എന്നെ സഹായിക്കണം, എനിക്കതാ പറക്കം പറ്റാത്ത മക്കളുണ്ട്. ഒരഭിപ്രായം അങ്ങനെയാണ്. മറ്റൊരഭിപ്രായം, പ്രായം തികഞ്ഞ മക്കളുണ്ട്, കല്യാണ പ്രായമെത്തിയ പെണ്ണുമക്കളുണ്ട്. എനിക്കാണെങ്കിൽ ഭർത്താവില്ല, ഒരു ഗതിയും പരഗതിയുമില്ല. അതുകൊണ്ട് മോനെ നീ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ ആരാണ്, എന്താണ്, എവിടുത്തെ കാര്യമാണെന്ന് എനിക്കറിയില്ല, അവർക്ക് എന്നെയും അറിയില്ല. എന്നാലും ഞാനതാ കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവന്ന പൈസ ആ ഉമ്മാന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് മാത്രമേ എന്റെ കയ്യിലുള്ളൂ, കൊണ്ടുപോയിക്കോളൂ. അതുകൊണ്ട് എന്താണോ നടക്കുന്നത് നടത്തിക്കോളോ, വേറൊന്നും എന്റെ കയ്യിലില്ല. ആ സഹാബി, ഈ കച്ചവടത്തിന് പോയ സഹാബി കച്ചവടത്തിന് കൊണ്ടുപോയ പൈസ, ഡിപ്പോസിറ്റ് പൈസ, അതെ അവിടെ കൊണ്ടുപോയ ആ സെക്യൂരിറ്റി കാശ് അതാ ഉമ്മാന്റെ കയ്യിൽ കൊടുത്തോ. ആ ദീനാറോ ദിർഹമോ ഉമ്മാന്റെ കയ്യിൽ കൊടുത്തോ. ഉമ്മ സന്തോഷത്തോട് അത് കയ്യിൽ പിടിച്ചോ. എന്നിട്ട് അവിടെ നിന്ന് നിറകണ്ണുകളോട് അത് വാരുന്നു, പടച്ച റബ്ബ് കാക്കട്ടെ മോനെ എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ സന്തോഷത്തോടെ മടങ്ങുകയാണ്. ഇപ്പാണെങ്കിലോ നാടിന്റെ ഗുർത്തും മുന്നേ ഇല്ല ഇയാൾക്ക്. ചങ്ങാതിമാർ, ഫ്രണ്ട്സുമാർ ഒറ്റ ഒരാളും ഇവിടെ മുന്നേ ഇല്ല. കുറച്ച് ദീനാറോ ദിർഹമോ കയ്യിലുണ്ടായിന്, അത് ഇപ്പൊ ഇല്ല. ഇവയെല്ലാം കൊണ്ടും കാലിയാണ്. ഇയാളാകെ ഹറാബാണ്. എന്നാലും ഇയാൾക്ക് ബേജാറില്ല, വിഷമില്ല. കാരണം എന്താ? അയാൾക്ക് ആ വിഷയത്തിൽ വലിയ സന്തോഷമുണ്ട്. നാളെ റബ്ബ് കൈവിടല. ഞമ്മ വേണ്ട ചരിത്രം കൊടുത്തിട്ട് ഉണ്ടാ എന്നെ 100 എനിപ്പോ എന്നെങ്ങനെ അവത്തേക്ക് എത്തുന്ന എന്താ ഷാവും നീ കേട്ടോ. നീ ആ ഇട്ടതും പോയി, നീ അവത്തേക്ക് എത്താനും ഇല്ല. നീ ഇട്ടതും പോയി. അങ്ങനല്ലേ കൊടുത്ത അൽഹംദുലില്ലാ. അതിന് പിന്നൊന്നും ചിന്തിക്കാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തെങ്കിൽ ബാക്ക് തന്നെ പായുന്നതല്ല, കുറച്ചു നേരം അപ്പുറം
ആരെങ്കിലും മേങ്ങിട്ട് പോകുമ്പോ ആയിഷ എന്തെങ്കിലും കൊടുത്തതിന് മേങ്ങിട്ട് പോകുന്നല്ല ആൾക്കാര്. ആ പോകുമ്പോ അവരെ ബാക്ക് തന്നെ പായുന്നല്ല. എന്തിനി ദുആരക്കുന്ന ഇല്ല നോക്കണോ തന്ന ആൾക്ക്. അങ്ങനെ ദുആരക്കുന്നെങ്കിൽ നീ ദുആരക്കണ്ട. കാരണം നീ ദുആരന്നിട്ടാൻ പോകും തരുന്നത് കുറച്ചെങ്കിലേ. കാരണം നിന്റെ ദുആ കിട്ടിയാൽ അതിന്റെ ഒരു കൂലി വേറെ തന്നെയല്ലേ. എനക്കെല്ലാം ഓന്റെ തന്നെ കിട്ടണം. അത് ആടെന്നെ കിട്ടിയാൽ മതി. നിങ്ങൾ ദുആരക്കണ്ട. അവർ ഞമ്മ ഊടങ്ങാനും തന്നോന്റെ പേര് വായിച്ചിട്ടില്ലെങ്കിൽ വരുന്ന ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ അറിയാലോ. പിന്നെ ഞങ്ങൾ കുതിരയില് കൊണ്ടാവും ചെല്ലും വരല. നമ്മളെ ഈമാനാണത്. എന്ത് ഈമാന്? ഇതെന്ത് ഈമാൻ? എന്ത് ഇസ്ലാം? ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം. ഏടക്കെത്തി ചരിത്രം ഗോവിന്ദ. എന്താ ആ സഹാബിയുടെ ചരിത്രം എടുത്തി? മണ്ണ് ഞാൻ തൊണ്ടെങ്കിൽ പനി പിടിച്ചിട്ടൂടെ കഷ്ടം വന്നിട്ട് ഉള്ള ദീനാറ ഉമ്മാന്റെ കയ്യിൽ കൊടുത്തിട്ട് പോയി. പിന്നെ ആരുമില്ല. മേലെ ആകാശം, താഴെ ഭൂമി. ചങ്ങായിമാരെ കുർത്തുമില്ല, നാട്ടുകാരെ പരിചയമില്ല, പള്ളിന്റെ ഉസ്താദിന്റെ കുർത്തുമില്ല, ജമാഅത്തിന് പോന്ന് വരുന്നു, ഒരു വീടിൽ വെച്ച് കട്ടൻ ചായ കുടിച്ചാൽ ബന്ധുവും ഇല്ല. പിന്നെ ഒട്ടാനിങ്ങനെ പോകും. നാളെ ചെയ്യുന്ന അൽഹംദുലില്ലാ. കാരണം അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തുകൊണ്ട് പടച്ചിറപ്പ് സൈഡ് നല്ല സപ്പോർട്ട് ആക്കുന്ന. നാളെ കഴിഞ്ഞ് നിസ്കരിച്ച് ഒരാൾ ചായ കുടിക്കാൻ വിളിക്കുന്നത്, രാത്രി പോകുമ്പോൾ പിന്നെ ഒളിച്ചു കുറയ്ക്കാൻ വയ്ക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ നല്ല മുണ്ടിട്ട് ഒരു ചങ്ങായ. അവസാനം നോക്കുമ്പോൾ നല്ല ഫ്രണ്ട്. അത് അള്ളാന്റെ ഒരു പണിയാ. അയാളിങ്ങനെ മുണ്ടിട്ട് നോക്കുമ്പോ ഇയാളൊന്നും ഇഷ്ടപ്പെട്ട. കാരണം വിഷയം കേൾക്കുമ്പോ നല്ല ആള്, സംസ്കാരം നോക്കുമ്പോ നല്ല ആള്, കൾച്ചർ ആറ്റിറ്റ്യൂഡ് നോക്കുമ്പോ നല്ല ആള്, എല്ലാം കൊണ്ട് വിശ്വസ്തനായ ആള്. ആ നാട്ടുകാരനായ ചങ്ങായി കൂടെ കുട്ടി ചെല്ലി, നിങ്ങ ഒരു അരമണിക്കൂറൊന്ന് പീടിയിൽ ഇരുന്നോളി, ഞാൻ ഒന്ന് പോയിട്ട് വരുന്നവർക്ക്. പോയിട്ട് വരുന്നതിൻ്റെ ഇടയിൽ ഇയാളെല്ലാം നല്ല ചന്തത്തിൽ വെച്ചിന്, കച്ചവടം ഏറിനെല്ലാം അയാൾക്ക് വിശ്വാസമായി. അയാൾ ചെല്ലി പിന്നെ ഒരു വിഷയം ഉണ്ട്. നാളെ ഒന്ന് ഉമ്മാമനോട് പിന്നെ പോകാനുണ്ടായി. ഒരു ജനം മറ്റു പീടിലൊന്ന് ഇരുന്നറാമ എന്തെങ്കിലും തരാഞ്ഞ് ഇൻഷാ അല്ലാ. അങ്ങനെ ഇരുന്ന് ബയ്യാളി ചെല്ലി നിങ്ങൾ എൻ്റെ അകത്ത് പാർട്ട്ണർ പോയിട്ട് കൂടുന്നെങ്കിൽ ഇൻഷാ അല്ലാ. ചുരുക്കി പറയട്ട്, അവിടെ കച്ചവടത്തിൽ ഏർപ്പെട്ടു. കൈ നിറയെ സമ്പത്തായി, ലാഭമായി. നാളുകൾ കഴിഞ്ഞിട്ടതാ മുത്തു റസൂലുള്ളാഹി തങ്ങളിലേക്ക് അയാൾ മടങ്ങുകയാണ്. എങ്ങനെ മടങ്ങെന്നറിഞ്ഞ പണ്ട് പോയതുപോലെ ചെറിയ ദീനാറും പിടിച്ചിട്ടല്ല, കൈ നിറയെ സമ്പത്തുണ്ട്. മക്കൾക്കും വീട്ടുകാർക്കും വസ്ത്ര ഉടയാടകളുണ്ട്. ഇയാളിൽ വേറെ വസ്തു സാമഗ്രികളുമുണ്ട്. അതോടൊപ്പം ചന്തവും ഗ്ലാമറും കൂടിയിട്ടുണ്ട്. അതങ്ങനല്ല. ഗൾഫിൽ പോയിട്ട് വരുമ്പോ നമ്മൾ ഉമ്മറിനല്ല നോക്കാല. അങ്ങനെയാണത്. ഗൾഫിലെല്ലാം പ്രവാസികളിലായിട്ട് വന്നങ്ങാണ്. എൻ്റെ ഉമ്മർ നോക്കുന്നത് ജസ്റ്റ്. അല്ലാഹു തആല നമുക്കൊക്കെ മരണം വരെ തടിക്ക ആരോഗ്യം നിലനിർത്തി തരട്ടെ. ഈ സഹാബി മടങ്ങി വന്നു. ഇലാ ഹദ്റത്തി റസൂലില്ലാ. ഇയാള് ബരേലാന്നല്ലേ റസൂലുള്ളാഹി പറഞ്ഞിനെ? അല്ലേ? സഹാബികള് ചോദിച്ചില്ല എന്ത് നബിയെ കരയുന്നേ? അപ്പൊ റസൂലുള്ളാഹി എന്തു പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം? അയാൾ ഇനി ബരേല, അയാളെ മരണം അവിടെ തന്നെയാണെന്നാണ് എന്നോട് ജിബ്രീൽ പറഞ്ഞത്. അതുകൊണ്ട് അയാൾ കച്ചവടത്തിന് മാത്രം പോകുന്നല്ല, അയാളെ മരണം കണക്കാക്കിയത് ഇവിടെയാണ്. ഇനി അയാൾ ബരേല, അയാളെ ബരേലാലോ എന്ന് ഓർത്തിട്ട് ഞാൻ കരഞ്ഞതാണ്. പക്ഷെ അത് അയാളോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നോക്കുമ്പോ അയാൾ എന്തായി? ഹബീബായ റസൂലുള്ളാഹി കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴും നബി തങ്ങളെ മനസ്സിലുണ്ട്. വന്നല്ലോ, മടങ്ങി വന്നല്ലോ. അത്ഭുതപ്പെട്ടു, ആശ്ചര്യഭരിതനായി, തഹയ്യുറായി ഹബീബായ നബി തങ്ങൾ അങ്ങനെ ചിന്താമഗ്നനായിട്ടിരിക്കുമ്പോ നസലുൽ അമീൻ മലക്ക് ജിബ്രീൽ ഇറങ്ങിയിട്ട് നബിയോട് പറയുകയാ, നബിയാ അത്ഭുതപ്പെടണ്ട, ആശ്ചര്യപ്പെടണ്ട നബിയാ. അയാൾ ആയുസ് അന്ന് പറഞ്ഞ പോലെ അവിടെ തീരേണ്ടതായിരുന്നു. അയാൾ അവിടെ വെച്ച് മരിക്കേണ്ടതായിരുന്നു. അന്ന് നിങ്ങളോട് പറഞ്ഞതുപോലെ അയാൾ തിരിച്ചു വരില്ലാത്ത ആളായിരുന്നു. പക്ഷേ അവിടെ ചെന്നെത്തിയ നേരം, അവിടെ എത്തിയതിന്റെ ശേഷം പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ കണ്ണീറൊപ്പിയ ആളാണ് അയാൾ. കൽബ് നിറഞ്ഞിട്ട് ഉള്ളത് കൊടുത്ത മനുഷ്യനാണ് അയാൾ. പറക്കമറ്റാത്ത മക്കളെ പട്ടിണി മാറ്റിയ ആളാണ് അയാൾ. ഒരു വീടിന്റെ അടുപ്പത്ത് തീ പുകയാൻ കാരണക്കാരനാണ് അയാൾ. ഉള്ളതെടുത്തിട്ട് കൊടുത്ത മനുഷ്യനാണ് അയാൾ.
നല്ലോണം സ്വതക്ക കൊടുത്തയാളാണ് അയാൾ. ഉള്ളതെന്താണോ എന്ന് എണ്ണി നോക്കാതെ ഉള്ളത് മുഴുവനും ഉമ്മാന്റെ കയ്യിൽ കൊടുത്തിട്ട് സന്തോഷിപ്പിച്ചയാളാണ് അയാൾ. സ്വതക്ക കൊടുത്തോ, ദാനം കൊടുത്തോ, ധർമ്മം കൊടുത്തോ നബിയേ. അതുകൊണ്ട് നബിയേ അയാളുടെ ആയുസ്സല്ല നീട്ടിക്കൊടുത്തു. ഹബീബുൽ വറാ റസൂലുള്ളാഹി തങ്ങളെ കാലത്ത് മരിക്കേണ്ട സഹാബി പിന്നീട് റസൂലുള്ളാഹിന്റെ കാലത്ത് മരണപ്പെട്ടില്ല. ഹബീബായ നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു. അപ്പൊ അയാൾ ഹയാത്തിലുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണത്തിൽ വന്നു, നീണ്ടകാലം ഭരണം നടത്തുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നീട് ലോകത്തോട് വിട പറഞ്ഞു പോയി. അപ്പോഴും ആ സഹാബി മരിച്ചിട്ടില്ല, ഹയാത്തിലുണ്ട്. പിന്നീട് ഉമർ ഖത്താബ് തങ്ങളെ ഭരണത്തിൽ വന്നു, നീണ്ടകാലം ഭരണം നടത്തുന്നു. പിന്നീട് ഉമർ ഖത്താബ് തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു മരിച്ചുപോയി. അപ്പോഴും ആ സഹാബി മരിച്ചിട്ടില്ല. വഫീ സമനി ഉസ്മാൻ ഇൻതഖല ഇലല്ലാഹ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കാലത്താണ് ആ സഹാബി മരണപ്പെടുന്നത്. അതായത് 20-25 വർഷത്തിലേറെ 20-25 വർഷത്തിലേറെ കൂടുതൽ ജീവിച്ചിട്ട് ആ മഹാന് മരിക്കുന്നു. എപ്പോഴേ മരിക്കേണ്ട ആള് 10-20-25 കൊല്ലങ്ങൾക്ക് മുമ്പേ മരിക്കേണ്ടയാള്. പക്ഷെ മരിക്കാതെ അല്ലാഹു തആല അയാൾക്ക് ദീർഘായുസ് കൊടുക്കാനുള്ള കാരണം അയാള് അജമാംസ രസായനം കുടിച്ചതല്ല, ചെറുപ്പക്കാരാ സ്വബൈക്കണിച്ചിട്ട് ജിമ്മിന് പാഞ്ഞതല്ല. അയാള് സ്വതക്ക കൊടുത്തു, ദാനം കൊടുത്തു, ധർമ്മം കൊടുത്തു. അല്ല കൊടുത്തത് അല്ലാന്റെ വഴിയിൽ ചെലവഴിച്ചോ. പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. എപ്പോഴും പാവപ്പെട്ടവരെ കാണുമ്പോൾ, പ്രത്യേകിച്ച് ഈ കാലില്ലാത്തോ, കൈയില്ലാത്തോ, കണ്ണില്ലാത്തവനെ കാണുന്നെങ്കിൽ പിന്നെയും നല്ലോണം കൊടുക്കണം. ഏടന്ന് വന്ന് എന്തിനു വന്ന്, നിന്റെ കണ്ണെങ്ങനെ പോയേ, നിന്റെ കാളെങ്ങനെ കട്ടായേ, നിന്റെ ബാപ്പന്റെ കാളും പോയിനാ, ഷുഗറിൽ വന്നതാ, പ്രഷറിൽ വന്ന, ഇതൊന്നും കേട്ടിട്ട് യാറെ നൊമ്പലാക്കാൻ നിൽക്കണ്ട. ഉള്ളിൽ ചന്തത്തിന്റെ ഇത് കൊടുത്തോ. 100-50 നോട്ടുണ്ടെങ്കിൽ 100 കൊടുക്കും. 50 വേണമെന്നുണ്ടെങ്കിൽ വെച്ചോ, അല്ലെങ്കിൽ അതിനും കൊടുക്കും. പിന്നെ നല്ല ഗട്ടിമുട്ടിന്റെ ഓർമ്മ വരുന്നു. എന്തും ഇല്ല അമ്മ, എല്ലാം പോച്ചി, ആന്ധ്ര എല്ലാം മുങ്ങി. ആന്ധ്രയിൽ ഈ പൈസ മാറട്ടെ ഓർ വന്നിട്ട് എപ്പോഴും ചെന്നെ ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ മായ വന്നിട്ട് എല്ലാം മുങ്ങിനി. നമ്മ പേപ്പറിലൊന്നും കാണുന്നില്ല, ന്യൂസിലും ഇല്ല. ആട്ട് സാരമില്ല വന്നെങ്കിൽ പിന്നെ അയാൾ ഇന്നോവ കാറ് കയറിയിട്ട് വന്നാലും കൊടുക്കണമെന്നാണ്. ഏതായാലും കൊടുക്കണം. പ്രത്യേകിച്ച് പാവപ്പെട്ടവർ, യതീമീങ്ങൾ, അനാഥർ, അഗതികൾ, വിധവകൾ, അംഗവൈകല്യമുള്ളവർ, അള്ളാന്റെ പള്ളി, ഇതുപോലെയുള്ള സംരംഭങ്ങൾ. ഇനിയിപ്പോ റമളാൻ മാസമൊക്കെ വരുന്ന തന്നെ ദാനധർമ്മത്തിന്റെ മാസ. ഉള്ളതിൽ നല്ലത് നീ കൊടുക്കുന്ന മനസ്സുണ്ടാ, പടച്ച റബ്ബ് അതിന്റെ 10ന്റെ 10 ഇരട്ടിയായി നിനക്ക് തിരിച്ചു തരും. നിന്റെ കീശ കാലിയാവേല. നിനക്ക് നാളെ കടായിട്ട് നാറേണ്ട ഗതികേട് വരല്ല. ഒരിക്കലും നീ ചെല്ലേണ്ടി വരല്ല. എല്ലാം കൊടുത്തിട്ട് എന്റെ വീട് ജപ്തിയായിട്ട് പോയി ചെല്ലേണ്ടി വരല്ല. അത് നീ ലോൺ എടുത്തിട്ട് ജപ്തി ചെയ്യുന്ന, കൊടുത്തിട്ട് ജപ്തി ചെയ്യുന്നല്ല, വട്ടി കൊടുത്തു ഇപ്പുറത്തല്ല. പണ്ടെന്ന ലോണം കൊടുത്തുണ്ടായി എന്തുമില്ല, ജപ്തിയായി കൊടുത്തിട്ട് ജപ്തി അതിനെന്തല്ല, അത് ജിപ്തിയാക്കിയിട്ട് ജപ്തിയായ. അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ, അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ, അള്ളാഹു ഞങ്ങളെ സലാമത്താക്കട്ടെ. ബർക്കത്തുള്ള മുതല്, ഹലാലായ മുതല്, അവനെ മറന്നു കളയാത്ത മുതല്, അവന്റെ ദീനിന്, സമുദായത്തിന്, പാവപ്പെട്ടവർക്ക്, അനാഥകൾക്ക്, രോഗികൾക്ക് ഉപകാരപ്പെടുന്ന മുതല് ധാരാളം തന്നിട്ട് അള്ളാഹു ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് മരുന്നിനും മറ്റും ചെലവാക്കപ്പെടേണ്ട ഗതികേട് അള്ളാഹു വരുത്താതിരിക്കട്ടെ. കട്ടുകൊണ്ടുപോകുന്നവരവസ്ഥ, തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നവരവസ്ഥ ഞങ്ങളെ സമ്പത്തിന് അള്ളാഹു തരാതിരിക്കട്ടെ, അള്ളാഹു തരാതിരിക്കട്ടെ. ആമീൻ ചെല്ലാൻ വല്ല പണിയൊന്നുമില്ല. അങ്ങനെ ആണോ അള്ളാഹു തആല അതിനെ എത്തിക്കട്ടെ. ഇപ്പം ആമീൻ ചെല്ലല്ല, കണ്ട മുമ്പടുത്ത് അത്ര കൂറ്റില്ല. ഇപ്പം എന്താ ഇപ്പത്തെ കാര്യത്തിൽ ഇതുവാ. അള്ളാഹു തആല എത്തിക്കട്ടെ, അള്ളാഹു എത്തിക്കട്ടെ. അള്ളാഹു ഞങ്ങളെ സമ്പത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. 3 കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഉദ്ദേശങ്ങൾ കരുതിയെങ്കിൽ നിങ്ങളെ കാര്യം സക്സസ്.
3 കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഉദ്ദേശം എന്തായെങ്കിലും, ഇപ്പം നാളെ മറ്റേ കിടാവിന് പരീക്ഷ, നിങ്ങൾ ആ ഉദ്ദേശം കരുതിക്കോ, എൻ്റെ കിടാവ് നല്ല ഓർമ്മ വെച്ചിട്ട് പരീക്ഷയ്ക്ക് ചന്തത്തിൽ എഴുതണോ, ആ കിടാവിനത് പഠിച്ചത് ഉപകാരപ്പെടുകയും വേണോ, പരീക്ഷയിൽ പാസ്സാവുകയും വേണോ എന്ന് കരുതിയിട്ട് നിങ്ങൾ 3 കാര്യം ചെയ്ത, 3 കാര്യം ചെയ്യുമ്പോൾ അങ്ങനെ കരുതിയ പാസ്. എൻ്റെ മോക്ക് നല്ലൊരു പുതിയാപ്പിള കിട്ടണോ എന്ന് 3 കാര്യം ചെയ്യുമ്പോൾ കരുതിയെങ്കിൽ നല്ല പുതിയാപ്പിള. വീടിന്റെ പണി പാതിയിലതിന് അതൊന്ന് പൂർത്തിയാണോ നിങ്ങൾ 3 കാര്യം ചെയ്യുമ്പോൾ കരുതിയെങ്കിൽ അള്ളാഹു എളുപ്പത്തിൽ പൂർത്തിയാക്കും. ഏതറിയാ 3 കാര്യം? ഒന്ന് സംസം വെള്ളം കുടിക്കണം. സംസം വെള്ളം ആട് തെടി കുടിച്ച പോലെ കുടിച്ചിട്ട് തേക്കിടേണ്ടതല്ല. ചില മനുഷ്യന്മാർ അങ്ങനെ ഉണ്ട്. മക്കത്ത് മതിയിലത്ത് പോയ നല്ല മനുഷ്യന്മാർ എന്തെങ്കിലും തരുന്ന ഒരു വർക്കത്തിന്റെ അല്ലേ ആയിക്കോട്ടും മാറി ഇരുന്നോട്ട് കുടിച്ചോ. ഈ ചങ്ങായി ഗുർക്കാന്ന് ഒരേ ബലി വെബ്സി കുടിച്ച പോലെ അങ്ങനെ അല്ലാലോ. അതിന്റെ സ്റ്റൈൽ അങ്ങനെയാണോ? അതെന്താണത്? സംസമല്ലേ? അത് മഹാന്മാരുടെ മുജിദത്തല്ലേ, കറാമത്തല്ലേ, മുത്തുനബി തങ്ങളെ ആധാറല്ലേ, തബറുക്കല്ലേ, ബർക്കത്തല്ലേ? അത് പ്രവാചകന്റെ കാൽച്ചുവട്ടിൽ നിന്ന് നിർഗളിച്ച വെള്ളമാണ്. ഇസ്മായിൽ നബിയുടെ ഹബീബായ നബി തങ്ങളുടെ തിരുഊത്തിന്റെ ബർക്കത്തേറ്റ വെള്ളമാണ്. ലോകത്തിന്റെ ദൃഷ്ടാന്തമാണ്. ഇന്നും മഹാ അത്ഭുതമാണ്. ആ കിണർ കാണാനും അതിന്റെ അടുത്ത് നിന്നിട്ട് കുടിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവിടുന്ന് കൊണ്ടുവന്നിട്ട് മറ്റുള്ളവരെ കുടിപ്പിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സംസം വെള്ളം കുടിക്കുമ്പോൾ നിങ്ങളെ മനസ്സിന്റെ ഉദ്ദേശം കരുതണം. എന്ത് അടുത്ത ഏപ്രിലിൽ പീഡിയ തുടങ്ങാൻ വിചാരിച്ചിനാ എന്നാ പോരയിൽ സംസം ഉണ്ടെന്ന് ഒരു ബസ് എടുത്തിട്ട് കരുത്. പഠിച്ചവന് നല്ല ചന്തത്തിൽ എന്തൊരു ബുദ്ധിമുട്ടാവാണ്ട്, ആരെ കണ്ണുകൊള്ളാണ്ട്, ചതിയന്മാരെ ചതിയൊന്നും വലിക്കാതെ ഒരു ബുദ്ധിമുട്ടാവുന്ന ഒരവസ്ഥ വരാതെ നല്ല നിലക്ക് തുടങ്ങാനുള്ള തൗഫീഖ് നൽകണം റബ്ബേ. അതിനുള്ള വയ്യൽ എളുപ്പാക്കണം. പൈസയും കാര്യമെല്ലാം പോകണം. അതിൻ്റെ ഇടയ്ക്ക് അയാൾ ബാഡിക്കും കുറേ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് അയാൾ ലേറ്റ് ആക്കണം. ഡിപ്പോസിറ്റ് നല്ലോണം കേൾക്കുന്നത്. അതിനെ കുറക്കണം ചെയ്യുന്ന അയാൾക്കൊരു മനസ്സും കൊടുക്കണം. ബിസ്മില്ല. ഒരു 3 വട്ടക്കിരി കൂടിയല്ല അങ്ങനെ ഉണ്ടാവും. പിന്നൊന്നു യാസീൻ ഓതുമ്പോ സൂറത്തു യാസീൻ ലിമാ കുരിയ. യാസീൻ സൂറത്ത് ഓതുമ്പോ ഉദ്ദേശം കരുതണം. ആഖിറത്തിൽ കൂലിയുണ്ട് വേറെ, ഖബറിൽ വല്ല ഗുണമുണ്ട് നാളെ, അത് വേറെ. അതോടൊപ്പം നിന്റെ ഐഹികമായ, പാരിത്രികമായ, ഭൗതികമായ, പാരിത്രികമായ ഏതുദ്ദേശമായാലും കരുതിക്കോ. യാസീൻ ഓതുമ്പോ അള്ളാഹു സാധിപ്പിച്ചത്. പിന്നൊന്ന് സ്വതക്ക കൊടുക്കുമ്പോ, ദാനം കൊടുക്കുമ്പോ, ധർമ്മം കൊടുക്കുമ്പോ 5 ആയാലും 500 ആയാലും 1000 ആയാലും 5000 ആയാലും അരിയായാലും പഞ്ചസാരയായാലും കിറ്റായാലും കെട്ടായാലും എന്തായാലും ആർക്കെപ്പ കൊടുക്കുന്നുണ്ടെങ്കിലും ആ കൊടുക്കുന്ന നേരത്ത് നീ കരുതിക്ക, നിന്റെ ഉദ്ദേശം കരുതിക്ക. മുട്ടിന്റെ പല്ല ഓപ്പറേഷൻ ആക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിനാ, എന്നാ 100 ബക്കറ്റിലേക്ക് ഇടുമ്പോ കരുതിക്ക, പടച്ച റബ്ബേ മരുന്നില്ലാതെ ശിഫയാക്കി താ അല്ലാഹ്. ബിസ്മില്ലാ. എളുപ്പത്തിൽ അല്ലാഹ് പൂർത്തിയാക്കി തരാം. ഭാര്യ ഗർഭിണിയാണോ? ബിസ്മില്ലാ പടച്ചോനെ, നല്ലൊരു ചന്തത്തിന്റെ ഒരു സ്വാലിഹായ പൈതല്ല എളുപ്പത്തിൽ പ്രസവിക്കാനുള്ള ആരോഗ്യവും തൗഫീഖും അവസരവും എന്റെ ഓക്ക് നീ കൊടുക്കല്ല. ബിസ്മില്ലാ. ഉദ്ദേശം കരുതാം. കീസ എടുത്തിട്ട് വേണ വേണ്ടേ കേട്ടിട്ടായ നിന്നവാ എന്റെ പറയുന്ന കണ്ട അപ്പുറത്തെ വരുണ്ട് അതിൽ പങ്കാലേ ചങ്ങായി നീ കൊടുക്കണ്ട, പോയി നിന്റെ പൈസ പോയി. നിനക്ക് അതിന് 3 കിലോ ബട്ടാട്ട മേഖല കറി വെക്കാം. പോയിട്ടേ